Hello dear friends, welcome to RJ's Physics classes. Magnetism and Matter എന്ന ചാപ്റ്ററിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു. ആ ചാപ്റ്ററിലെ ആദ്യത്തെ വീഡിയോയിലെ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് നമുക്കറിയാം, നോ പ്രോബ്ലം. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ടുള്ള റിലേഷൻ ആയിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത്. മാഗ്നറ്റിക് ഡൈപോൾ, മാഗ്നറ്റിക് മൊമെൻറ്റ്, പോൾ സ്ട്രെങ്ത് എന്നുള്ള കാര്യങ്ങളായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിന് പാരലലായിട്ട് മാഗ്നറ്റിസം എന്ന പുതിയ ഏരിയ നമ്മൾ മൂവ് ചെയ്യാണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ അതേപോലെ കുറേ ഭാഗങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ച കുട്ടിക്ക് മാഗ്നറ്റിക്സിൻ്റെ വീഡിയോ കാണുമ്പോൾ രണ്ടും ഒരേപോലെ, സോ നമുക്കൊരു റിഫ്രഷിംഗ് ആയിട്ട് മാറും. മാഗ്നറ്റിസം പഠിക്കാം, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓർക്കാം, രണ്ടും ഒരേ സമയം ചെയ്യാം. മാഗ്നറ്റിസത്തിൻ്റെ ടോപ്പിക് കിട്ടുകയും ചെയ്യും, ഇലക്ട്രോസ്റ്റാറ്റിക്സ് റിഫ്രഷ്ഡ് ആവുകയും ചെയ്യും. റെഡി അല്ലേ? സോ നമ്മളുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നോട്ട്ബുക്കും പെന്നും എടുത്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റെല്ലാ മേഖലകളും മാറ്റിവെച്ചുകൊണ്ട് ഫിസിക്സിൻ്റെ സുന്ദരമായ ലോകത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ടോർക്ക്, അതേപോലെ ഫീൽഡ് ഡ്യൂ ടു അൻ ഇലക്ട്രിക് ഡൈപോൾ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആണ്. Okay, so first one, torque on a magnetic dipole placed in a uniform magnetic field. Torque on a magnetic dipole placed in a uniform magnetic field. That's our topic. Okay, so torque on a magnetic dipole. Torque on a magnetic dipole placed in a uniform magnetic field. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോൾ വെക്കുകയാണെങ്കിൽ ആ ഡൈപോളിൽ ആക്ട് ചെയ്യണ ടോർക്ക് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അല്ലെങ്കിൽ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ വി ആർ സെലക്ടിങ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെയുള്ള ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ഒരു ഡൈപോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു മാഗ്നറ്റിക് ഡൈപോൾ, ഇവിടെ നോർത്ത് പോൾ, ഇവിടെ സൗത്ത് പോൾ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഈ എൻഡ് നമുക്കറിയാം നോർത്താണ്, ഈ എൻഡ് സൗത്ത് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത്. ഓക്കെ, ദെൻ it makes an angle theta with the magnetic field and the distance between the poles is 2a. Distance between the poles is 2a. ഈ സിസ്റ്റം നമുക്കറിയണതാണ്. ഇങ്ങനെ ഒരു ഡൈപോളിനെ ഫീൽഡിൽ കൊണ്ടുപോയി വെച്ചാൽ എന്താ സംഭവിക്കുക? നോർത്ത് പോൾ will get attracted towards south with a force F is equal to PB. ഇലക്ട്രോസ്റ്റാറ്റിക്സിലായിരുന്നെങ്കിൽ ഈ പി ബി എന്തായിരുന്നു? F is equal to QE എന്നായിരുന്നു. ഓക്കെ, ദെൻ സൗത്ത് പോളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യണ ഫോഴ്സ് F is equal to PB. ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് പിന്നെ നമ്മളൊരു നെഗറ്റീവ് സൈൻ അവിടെ കൊടുക്കണതിൽ അർത്ഥമില്ല, അതുകൊണ്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും ഫോഴ്സ് വന്നാൽ, ഇപ്പോൾ ഒരു ഡൈപോളിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗത്തു നിന്ന് ഫോഴ്സ്, ഇവിടുന്ന് ഫോഴ്സ്, അങ്ങനെ വന്നാൽ ഇറ്റ് ബിഗിൻ ടു റൊട്ടേറ്റ്. ആ ഡൈപോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. റൊട്ടേറ്റ് ചെയ്യണ സ്ഥലത്തെ ഫോഴ്സിൻ്റെ പേരല്ലേ ടോർക്ക്? ആണോ? ആണ്. റൊട്ടേറ്റിംഗ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർക്ക്. അപ്പോൾ 100% ഉറപ്പിക്കാം, ദർ മസ്റ്റ് ബി എ ടോർക്ക്. ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ടോർക്ക് മീൻസ് ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? ടോർക്ക് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് എ ബി. എ ബി വേണ്ട, നമുക്കത് മാറ്റാം, എക്സ് വൈ. ദാറ്റ്സ് ബെറ്റർ. കാരണം ഇതാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഉപയോഗിച്ചത്, വേറൊന്നുമല്ല. അവിടെ ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ട് അതന്നെ ഇവിടെയും പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ വാല്യൂ പി ബി, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എക്സ് വൈ. സോ ടോർക്ക് ഈക്വൽ ടു പി ബി ഇൻറ്റു എക്സ് വൈ.
ഓക്കെ, ഇനി നോക്കുക, ഈ ഫിഗർ പ്രകാരം സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ എക്സ് വൈ ഈക്വൽ ടു 2a സൈൻ തീറ്റ. സോ ഇതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ കിട്ടും പി ബി ഇൻറ്റു 2a സൈൻ തീറ്റ. ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ടോർക്ക് ഈക്വൽ ടു പി ഇൻറ്റു 2a ഇൻറ്റു ബി സൈൻ തീറ്റ. പി ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ എം. സോ ടോർക്ക് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ. ഓക്കെ, ഓർ ടോ ഈക്വൽ ടു എം ക്രോസ് ബി. സോ ടോ ഈക്വൽ ടു എം ബി സൈൻ തീറ്റ or tau equal to m cross b. ഇതാണ് torque on a magnetic dipole placed in a uniform magnetic field. Very similar to tau equal to എന്തായിരുന്നു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ടോർക്ക്. ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ? ഓക്കെ, ടോർക്ക് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് പി ഇ സൈൻ തീറ്റ. ഡൈപോൾ മൊമെൻറ്റിന് പകരം മാഗ്നറ്റിക് മൊമെൻറ്റ്, ഇലക്ട്രിക് ഫീൽഡിന് പകരം മാഗ്നറ്റിക് ഫീൽഡ്. സോ പി ഇ സൈൻ തീറ്റ ബിക്കം എം ബി സൈൻ തീറ്റ. ക്ലിയർ ആയോ എന്താ ഞാൻ ഉദ്ദേശിച്ചെന്നുള്ള? ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ടോർക്ക് പഠിച്ച കുട്ടിക്ക് 1/1 ട്രാൻസ്ലേഷനിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ഡെറിവേഷനിലേക്ക് എത്താം. ഒരു മാറ്റവും ഇല്ല, ഒരേപോലെ പോവാം. എങ്ങനെ ചോദിച്ചാൽ പി ബി ഇൻറ്റു എക്സ് വൈ എന്തായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ? ക്യു ഇ ഇൻറ്റു എക്സ് വൈ. പി ബി ഇൻറ്റു എക്സ് വൈ എന്നുള്ള ക്വാണ്ടിറ്റി അവിടെ എന്തായിരുന്നു? ക്യു ഇ ഇൻറ്റു എക്സ് വൈ. ഓക്കെ, സോ പി ബി എന്നുള്ളതിന് പകരം ക്യു ഇ. തിരിച്ചും പറയാം, ക്യു ഇക്ക് പകരം പി ബി എന്നാക്കിയാൽ മതി. ക്യൂവിന് പകരം പി, ഇക്ക് പകരം ബി. എക്സ് വൈ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തും ഒന്ന് തന്നെയാണ്, 2a സൈൻ തീറ്റ. Then QE into 2a sin theta. It become Q into 2a into E sin theta. Q into 2a എന്ന് പറഞ്ഞാൽ P. So PE sin theta. അതിനാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ടോർക്ക് എന്ന് വിളിക്കുക. So tau equal to PE sin theta in the case of electric dipole and tau equal to MB sin theta in the case of magnetic dipole. Got it? അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ടോർക്ക് കണ്ടുപിടിച്ച കുട്ടിക്ക് മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫ്രീ അല്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റണ ക്വാണ്ടിറ്റികൾ ഒന്നാണത്. ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ലോജിക് മനസ്സിലാവും വിത്തൗട്ട് എനി പ്രോബ്ലം. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഫൈൻ. ഇനി ഈ ടോർക്ക് എന്താ ചെയ്യണത്? What's the purpose of the torque, or what's the function of the torque when a magnetic dipole is placed in a uniform magnetic field? Torque will try to align the dipole in the direction of field. Torque will try to align the dipole in the direction of field. Dipole. Okay, ഇങ്ങനെയാണ് നിൽക്കുന്നത്. Dipole is like this. It's placed in a uniform magnetic field. Torque will try to align the dipole in the direction of field. If theta equal to 0 degree, what is sin 0? Sin 0 is 0, so tau become 0. This state is called stable equilibrium. Stable equilibrium, very similar to the stable equilibrium in electric dipole. Then theta equal to 180 degree, tau equal to 0, since sin 180 is 0. Okay, that state is called unstable equilibrium. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് unstable equilibrium. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? വാട്ട്സ് എ ഫങ്ഷൻ ഓഫ് ടോർക്ക്? ടോർക്ക് വിൽ ട്രൈ ടു അലൈൻ ദ ഡൈപോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. ടോർക്ക് വിൽ ട്രൈ ടു അലൈൻ ദ ഡൈപോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. If the angle between M and B is 0, if the angle between M and B is 0, okay, M-നും B-ക്കും ഇടയിലുള്ള ആംഗിൾ 0 വരികയാണെങ്കിൽ, if the angle between M and B becomes 0, then tau equal to 0. That condition is called stable equilibrium.
അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. Got it? Okay. If the angle between M and B is 180 degree, again torque will be 0. That state is called unstable equilibrium. That state is called unstable equilibrium. So there are two types of equilibrium. One is stable equilibrium, other one is unstable equilibrium. If the angle between M and B is 0 degree, it is stable equilibrium. If the angle between M and B is 180 degree, it's called unstable equilibrium. Torque എന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? Got the logic? No problem. Okay, fine. So we know what is expression for torque on a magnetic dipole in a uniform magnetic field. Again, if the dipole is placed in a uniform magnetic field, if the dipole is placed in a uniform magnetic field, net force will be 0, net torque will present. Net force will be 0. PB towards right in the case of north pole, PB towards left in the case of south pole. So what's the total force? 0. There is no translational motion, or there is no straight line motion. There is only rotation. Means force will be 0 but torque will present. If an object is rotating, there must be torque but force will be 0. If the object is in translational motion, torque will be 0 but force will present. Translational motion ആണെങ്കിൽ force മാത്രമേ ഉണ്ടാവുള്ളൂ. In the case of rotational motion, only torque will present, force will be 0. Clear? Yeah, clear. ആ പറഞ്ഞ ഐഡിയ വ്യക്തമായിട്ട് കിട്ടിയില്ലേ? അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് നമുക്ക് രസമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഫ് ദർ ഇസ് ഓൺലി ട്രാൻസ്ലേഷണൽ മോഷൻ, ഫോഴ്സ് വിൽ പ്രസന്റ്, ടോർക്ക് വിൽ ബി 0. ഇഫ് ദർ ഇസ് ഓൺലി റൊട്ടേഷണൽ മോഷൻ, torque will present, force will be 0. If the dipole is placed in a non-uniform magnetic field, if the dipole is placed in a non-uniform magnetic field, both force and torque will present. Non-uniform magnetic field ആണ് ഡൈപോളിനെ വെച്ചതെങ്കിൽ, if the dipole is placed in a non-uniform magnetic field, both force and torque will present. There is rotation and translational motion simultaneously. There is rotation and translational motion at the same time. So both force and torque will present in the system if it is placed in a non-uniform magnetic field. If the dipole is placed in a non-uniform magnetic field, both force and torque will present in the system. Clear? പ്രശ്നങ്ങളില്ലല്ലോ? Okay, fine. So അപ്പോൾ നമുക്ക് ഈ ഐഡിയ അറിയാം. No problem with that. And the next derivation, potential energy due to a magnetic dipole. Potential energy due to a magnetic dipole. Potential energy due to a magnetic dipole. Okay, potential energy due to a magnetic dipole. We know dW equal to tau d theta is already done in the case of electric dipole. ഓക്കെ, സോ ഇതിൽ പറഞ്ഞ ലോജിക്ക് ഇതാണ്. ഒരു കുട്ടി ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല വിചാരിക്കാം, മാഗ്നറ്റിസത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ കാണാം. അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ എങ്ങനെ മാഗ്നറ്റിസിലേക്ക് മാറ്റാം എന്നുള്ള കൺവേർഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ കൺവേർഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ഈ വീഡിയോ കാണാം. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ടോർക്ക് ഓൺ എ ഡൈപോൾ നമ്മൾ പഠിച്ചില്ലെങ്കിലും ഇതിൽ നമുക്ക് അങ്ങോട്ട് പോവാം. എവിടെ പി ഉണ്ടോ അത് ക്യൂ ആയിട്ട് മാറും, എവിടെ ബി ഉണ്ടോ അത് ഇ ആയിട്ട് മാറും. ഈ മാറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടോ അത് മാഗ്നറ്റിക് മൊമെൻ്റ് ആയിട്ട് മാറും. മീൻസ് എവിടെ എം ഉണ്ടോ അത് അപ്പുറത്ത് എന്തായിട്ട് മാറും, പി എന്നായിട്ട് മാറും. മാഗ്നറ്റിക് മൊമെൻ്റ് വിൽ കൺവേർട്ടഡ് ടു ഡൈപോൾ മൊമെൻ്റ്. ഓക്കെ, അപ്പോൾ ഒന്ന് പഠിച്ചാൽ അടുത്തത് ഫ്രീ. സാധാരണഗതിയിൽ ഓഫറുകൾ വരാറില്ല, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, ലൈക്ക് ദാറ്റ്.
Okay, so 1 free for 1. അതാണ് നമ്മളുടെ condition. If you know torque on a magnetic dipole, you can easily derive torque on an electric dipole. Clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? Okay. Then potential energy due to a magnetic dipole when placed in a magnetic field. Okay, so dW equal to tau d theta, then W equal to integral tau d theta from theta 1 to theta 2. What is the expression for torque? We know the expression for torque, that is mb sin theta. mb sin theta d theta from theta 1 to theta 2. Okay, and what is the answer for integral sin theta? It is minus cos theta limit theta 1 to theta 2. So limit കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും mb into minus cos theta 2 minus cos theta 1. So we will get the answer W equal to mb into cos theta 1 minus cos theta 2. Cos theta 1 minus cos theta 2. This is the expression for potential energy of a magnetic dipole. W equal to mb into cos theta 1 minus cos theta 2. mb into cos theta 1 minus cos theta 2. That is expression for potential energy of a magnetic dipole. ഒരു ഡൈപോളിനെ നമ്മളൊരു ഫീൽഡ് കൊണ്ടുപോയി വെച്ചാൽ അത് എവിടെ പോയിട്ടായിരിക്കുക? അതിൻ്റെ ലോവസ്റ്റ് എനർജിയിൽ പോയിട്ടാണ് ഇരിക്കുക. ലോവസ്റ്റ് എനർജി കിട്ടണമെങ്കിൽ തീറ്റ 1 എത്രയായിട്ട് മാറും? നോ ഡൗട്ട് അറ്റ് ഓൾ ഇറ്റ് ബിക്കം 90 ഡിഗ്രി. To get lowest potential energy, the initial angle will be 90 degree, then only cos 90 or cos theta become 0. Okay, so the work done or potential energy can be written as mb into minus cos theta or minus mb cos theta, or we can take it as minus m dot b. Minus m dot b. This is the expression for potential energy of a magnetic dipole. Okay, and there is a question. What is the work done to rotate a dipole from stable to unstable equilibrium? What is expression for work done to rotate a dipole from stable to unstable equilibrium? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം വരെ എത്തുമ്പോൾ വാട്ട് ഷുഡ് ബി ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി? വെരി സിമ്പിൾ. വർക്ക് ഡൺ വിൽ ബി mb into cos 0 minus cos 180. Cos 0 means 1. So mb into 1 minus 1. So work done should be 2mb. This is the work done to rotate a dipole from stable to unstable equilibrium. പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? The work done to rotate a dipole from stable to unstable equilibrium will be 2mb. Okay, അടുത്ത quantity, field due to a magnetic dipole. Field due to a magnetic dipole. First one along the axial line, second one along the equatorial line. Field due to a magnetic dipole along the axial line and along the equatorial line. Okay, so field along the or field due to a magnetic dipole, field due to a dipole along the axial line and along the equatorial line. Along the axial line and along the equatorial line. Along the axial line and along the equatorial line. Okay, so ഇങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് ഡൈപോൾ സൗത്ത് നോർത്ത്
സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസിലായിട്ട് ഒരു പോയിന്റ് P. ഇവിടുത്തെ ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് മൊത്തം 2a ആണ്. അപ്പോൾ ഈ ലെങ്ത് a, ഈ ലെങ്ത്തും a. Field due to north pole, it can be taken as B1. It is mu 0 by 4 pi P divided by r minus a whole square. B1 നോർത്ത് പോളിൽ നിന്ന് പി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ വാല്യൂ ഇതുവരെയുള്ള ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ mu 0 by 4 pi P divided by r minus a whole square. കാരണം ഇതുവരെയുള്ള ഡിസ്റ്റൻസ് r ആണ്, ഇതുവരെ a. അപ്പോൾ ബാക്കി ഡിസ്റ്റൻസ് r minus a. Then B2 mu 0 by 4 pi P divided by r plus a whole square. ഓക്കെ, പക്ഷെ അവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്. ടോട്ടൽ ഫീൽഡ് ഇവിടെ ഒരു സിംഗിൾ നോർത്ത് പോൾ ഇരിക്കേണ്ടെന്ന് അസംഷൻ നടത്തിയാൽ ഈ നോർത്ത് പോൾ ഇതിനെ റിപ്പൽ ചെയ്യും, സൗത്ത് പോൾ ഇതിനെ അട്രാക്ട് ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ടോട്ടൽ ഫീൽഡ് വിൽ ബി B1 minus B2. So total field will be mu 0 by 4 pi P into 1 by r minus a whole square minus 1 by r plus a whole square. So magnetic field കിട്ടുക mu 0 by 4 pi P into r plus a whole square minus r minus a whole square divided by r square minus a square whole square. A plus b into a minus b is a square minus b square. So r square minus a square whole square. So b equal to mu 0 by 4 pi P into a plus b whole square minus a minus b whole square. It is 4ab. So 4ar divided by r square minus a square whole square. So b equal to mu 0 by 4 pi P into 2a into r divided by r square minus a square whole square. P into 2a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാഗ്നറ്റിക് മൊമെന്റ് ആണ്. സോ B equal to mu 0 by 4 pi 2mr divided by r square minus a square whole square. If a is very small, we can neglect a. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും mu 0 by 4 pi 2m divided by r cube. This is the expression for magnetic field along the axial line of a dipole. Magnetic field along the axial line of a dipole. Electrostaticsile field due to an electric dipole എന്നുള്ള വീഡിയോ ഒരിക്കൽ കൂടെ കാണാം. അപ്പം നിങ്ങൾക്കൊരു സത്യം മനസ്സിലാവും, ഇതേ സ്റ്റൈലിലാണ് ചെയ്തു പോയിട്ടുണ്ടാവുക. B1 പകരം E1. mu 0 by 4 pi. Instead of this we are used എന്താണ് 1 by 4 pi epsilon 0. Instead of P we use the quantity Q. Okay, then r minus a whole square, same, no doubt. B2 1 by 4 pi epsilon 0 minus Q by r plus a whole square. ഓക്കെ, സോ ഇവിടെ പ്ലസ് മൈനസ് യൂസ് ചെയ്തില്ല, ഡയറക്ഷൻ നോക്കി ഓപ്പോസിറ്റ് എടുത്തു. അവിടെ നമ്മൾ എഴുതിയത് E1 പ്ലസ് E2 എന്നാണെങ്കിലും അടുത്ത സ്റ്റെപ്പിൽ അത് മൈനസ് ആക്കി മാറ്റി. സോ സെയിം സ്റ്റൈൽ, ഒരു മാറ്റവും ഇല്ല. ഒന്ന് പഠിച്ചാൽ അടുത്തത് ഫ്രീ. ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അലോങ് ദ ആക്സിയൽ ലൈൻ പഠിച്ച കുട്ടിക്ക് ഫീൽഡ് ഡ്യൂ ടു a magnetic dipole along the axial line will be free, no doubt. Okay, but the easy ആയിട്ട് നമുക്ക് ചെയ്തു പോവാം without any problem. So the last equation mu 0 by 4 pi 2m divided by r cube. There E equal to 1 by 4 pi epsilon 0 2p divided by r cube. Clear അല്ലേ?
And the next topic, field along the equatorial line of a dipole. Okay, field along the equatorial line of a dipole. Equatorial line of a dipole. Okay, so ഇങ്ങനെ ഒരു ഡൈപോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, ഈ ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്തു. ഈ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ. ഓക്കെ, സെൻറ്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസ്, സ്മോൾ ആർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ പോയിന്റ്. ഈ ഡിസ്റ്റൻസ് എ, ഈ ഡിസ്റ്റൻസും എ. ഇവിടുത്തെ ഫീൽഡ് B1 ഇങ്ങനെ വരും, B2 നേരെ താഴേക്കാണ് വരാം. ഈ ഡിസ്റ്റൻസ് നമുക്ക് മാറ്റി വരയ്ക്കാം. ഹിയർ ഇറ്റ് ഈസ് B2. ഓക്കെ, ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിളും തീറ്റ, ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ. സോ ദിസ് ഈസ് B1 cos theta and this is B2 cos theta. Here this is B1 sin theta. Here it will be B2 sin theta. In this case B1 equal to B2. In this case B1 equal to B2. Okay, so north pole the field outwards, south pole the field inwards. തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഇങ്ങോട്ട് റിസോൾവ് ചെയ്തപ്പോൾ B1 cos തീറ്റ, ഇതിങ്ങോട്ട് റിസോൾവ് ചെയ്തപ്പോൾ B2 cos തീറ്റ, ഇതിങ്ങോട്ട് റിസോൾവ് ചെയ്യുമ്പോൾ B1 sin തീറ്റ, ഇതിങ്ങോട്ട് റിസോൾവ് ചെയ്യുമ്പോൾ B2 sin തീറ്റ. ഓക്കെ, സോ the resolved component of B1 in the horizontal direction is B1 cos theta. The resolved component of B2 in the horizontal direction is B2 cos theta. Okay, and this component will be B1 sin theta and this will be B2 sin theta. Got it? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. Okay, fine. So B1 equal to B2 means these two will get cancelled. അതുകൊണ്ടാണ് ഞാനിത് റെഡ്യൂസ് ചെയ്ത് വരച്ചത്, അല്ലെങ്കിൽ വളരെ ചെറിയ ഫിഗർ വരച്ചത്. ഇതിനു വേണ്ടിയിട്ടാണ്. They will cancel each other. Okay, so no problem with B1 sin theta and B2 sin theta. Because B1 equal to B2, they are in opposite direction, they will cancel each other. Then the total field will be B equal to 2B1 cos theta. Total field will be B equal to 2B1 cos theta. Okay, so total field will be 2 into, instead of B1, its value mu 0 by 4 pi P divided by R square. What about cos theta? Adjacent side by hypotenuse. So A divided by R. So B equal to mu 0 by 4 pi P into 2A divided by R cube. What is this P into 2A? Product of pole strength and distance between the poles. It is magnetic moment, M. P into 2A is M. P into 2A, that is M. So total magnetic field will be mu 0 by 4 pi M divided by R cube. Here R square is R square plus A square. So R is equal to R square plus A square raised to half. So R cube will be R square plus A square raised to 3 by 2. So magnetic field will be mu 0 by 4 pi M divided by R square plus A square raised to 3 by 2. We know A is very much less than R, so we can neglect the value of A. A, dipole length. Dipole means two equal and opposite poles separated by a small distance, that is 2A. So A will be less than 2A, no doubt at all. So A is a small quantity, we can neglect. So B equal to, we are neglecting A, we will get mu 0 by 4 pi M divided by R cube. This is field along the equatorial line.
In the previous topic, B axial was mu 0 by 4 pi 2m divided by r cube. This was field along the axial line and this is field along the equatorial line. So we can easily write B axial equal to 2 into B equatorial. E axial equal to 2 into B equatorial. The relation between field along the axial line and field along the equatorial line of a dipole. Okay, here the angle between magnetic moments or magnetic field and M. Here the angle between M and B is 0 degree. Here the angle between M and B is 180 degree. ആലോചിക്കാൻ എളുപ്പമാണ്. Magnetic moment direction. The direction of magnetic moment is from south to north. Direction of magnetic moment. We know the direction of magnetic moment. It is from south to north. And the direction of magnetic field is this one. So the angle between these two is 180 degree. The angle between these two is 180 degree. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ഈസ് 180 ഡിഗ്രി. ഓക്കെ, പറഞ്ഞ ഐഡിയ കിട്ടിയോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി ഇവിടുത്തെ കേസ്, ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് B1, ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് B2, ബട്ട് B1 ഈസ് ഗ്രേറ്റർ ദാൻ B2 because this distance is lesser than this one. So B1 is greater than B2. Net field must be in the direction of B1. Net field will be in the direction of B1. So this is the resultant direction and this is the direction of magnetic moment. So the angle between these two is 0 degree. Here the angle between M and B is 180 degree. Okay, so field due to a magnetic dipole, torque on a magnetic dipole and potential energy of magnetic dipole. Okay, ഇത്രയും പാർട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ വിചാരിച്ചിരുന്നത്. സോ ആ പാർട്ട് തീർന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക. അതേപോലെ നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.